Okay, welcome to everybody. Again, we are starting the maths class, 8th standard equations. നമുക്ക് ഇക്വേഷൻസ് ഒന്നുകൂടെ കുറച്ചുകൂടെ ബാക്കിയുള്ളത് നമുക്ക് ഫിനിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പല ടൈപ്പ് മെത്തേഡുകളിൽ നമ്മൾ വേരിയബിൾ എക്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വൈ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്തു അല്ലെ. അൺനോൺ നമ്പേഴ്സ്, അൺനോൺ വാല്യൂസ്, അതായത് അറിയാത്ത വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഇനി അതേപോലത്തെ രണ്ട് റിലേഷൻ, രണ്ട് റിലേഷൻ തരും. ആ രണ്ട് റിലേഷൻ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് ബന്ധങ്ങൾ, രണ്ട് ഡാറ്റകൾ തമ്മിൽ രണ്ട് ബന്ധങ്ങൾ തന്നിട്ട് ആ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ വില കണ്ടുപിടിക്കണം. എക്സ് ആണ് എക്സ്, വൈ ആണ് വൈ, അല്ലെങ്കിൽ നമ്പർ ഏതാന്ന് ചോദിക്കും, അതല്ലെങ്കിൽ അതിന്റെ വില എത്രയാണെന്ന് ചോദിക്കും. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനത്തെ കണക്കാണ് ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒക്കെ സിമ്പിൾ കണക്കാണ്. അപ്പോ ഒരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ 43, പേജ് നമ്പർ 43 ചോദ്യം കേട്ടോ. 12 added to 3 times a number is equal to 2 added to 5 times a number. What is the number? അതാണ് ചോദ്യം. അതായത് മലയാളം മീഡിയത്തിൽ ഉണ്ടാവും ചോദ്യം എന്താണെന്ന് വെച്ചാല്, ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 12 കൂട്ടിയതും അതേപോലെ തന്നെ 5 മടങ്ങിനോട് 2 കൂട്ടിയതും തുല്യമാണ് എങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 12 കൂട്ടുക, അതായത് 3 times of number added to 12 added to 3 times of a number. അപ്പോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്പർ, അതായത് ആ നമ്പറിന് പകരം എക്സ് കിട്ടും. നമ്പർ ഈക്വൽ ടു എക്സ്, നമ്പർ ഈക്വൽ ടു എക്സ് അല്ലെ. അപ്പോ ഇതിന്റെ 3 times, ഫസ്റ്റിൽ എന്താ പറയണേ, 3 times ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into x. അതാണ് 3 times. അതിന്റെ കൂടെ 12 കൂട്ടിയതും, അതിന്റെ കൂടെ 12 കൂട്ടിയതും പിന്നെ 5 ഇരട്ടി, അതായത് 5 times, അതിന്റെ കൂടെ 2 കൂട്ടിയതും, 2 3 എത്ര, അതിന്റെ കൂടെ 5 ഇരട്ടിന്റെ കൂടെ 2 കൂട്ടിയതും തുല്യമാണ്. ഇതാണ് റിലേഷൻ, ഇതാണ് ബന്ധം. അതായത് ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 12 കൂട്ടിയതും 5 മടങ്ങിനോട് 2 കൂട്ടിയതും തുല്യമാണ്. അതായത് 3 ടൈംസിന്റെ കൂടെ 12 ആഡ് ചെയ്തതും അതേപോലെ തന്നെ 5 ടൈംസിന്റെ 2 ആഡ് ചെയ്തതും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഇനി ഇതിനെ നമ്മൾ ലഘൂകരിക്കുക, സിംപ്ലിഫൈ ചെയ്യുക. അതായത് ഈ 3x എന്നാക്കാം. 3 into x 3x ആക്കി 12 ഈക്വൽ ടു 5x പ്ലസ് 12 അല്ല പ്ലസ് 2 ഇല്ലേ. ഇനിയാണ് നമ്മൾ നേരത്തെ പഠിച്ച് ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിക്കും ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിക്കും ചേഞ്ച് ചെയ്യുമ്പോൾ മെത്തേഡ് ചേഞ്ച് ചെയ്തുകൊണ്ടില്ല മെത്തേഡ്. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണ്, അതിന്റെ സൈന് നെഗറ്റീവ് പോസിറ്റീവ് ആവും, പോസിറ്റീവ് നെഗറ്റീവ് ആവും. ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും, ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നാവും. അതേപോലെ കൂട്ടണം എന്നുള്ളത് കിഴിക്കണം എന്നാവും, കിഴിക്കണം എന്നുള്ളത് കൂട്ടണം എന്നാവും. അതാണ് വ്യത്യാസം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണേ, എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല്, ഇവിടെ ഏതാണോ വലുത് അത് അവിടെ നിർത്തുക, എന്നിട്ട് ചെറുത് അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഞാനിവിടെ 12 വലുതും ഇവിടെ 2 ചെറുതുമാണ് അല്ലെ. അപ്പൊ 12 ഇവിടെ ഞാൻ നിർത്തി, ഈ ചെറുതായ 2 ഇങ്ങോട്ട് കൊടുക്കുന്നു. 12 കുറക്കണ 2 മാറി, അതായത് പ്ലസ് 2 ആണ്, അത് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ -2 ആയി. പിന്നെ 5x അവിടെ നിർത്തി, എന്നിട്ട് ഈ 3x അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്തായി, -3x ആയി അല്ലെ. 12 2 പോന്നപ്പോ എത്രയാണ്, 10 അല്ലെ. 5x 3x പോന്ന എത്രയാണ്, 2x. അപ്പൊ 2x എന്ന് പറയുന്നത് 10 ആണ്. 2x പറയുന്നത് 10 ആണ്. അപ്പൊ x എന്ന് പറയുന്നത് 10/2 ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ.
സമം 5. അതായത് 2 ഗുണിക്കണം എക്സ് 10 ആണെങ്കിൽ 2 ഗുണിക്കണം 2 എന്നില്ല, അങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കണം 2 ആവും അല്ലെ. അപ്പോഴാണ് ഈ എക്സ് മാത്രം ഇവിടെ നിർത്തി. അപ്പൊ 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 കേട്ടോ. ഇപ്പൊ എക്സ് നമുക്ക് കിട്ടി. അപ്പൊ സംഖ്യ എക്സ് ആണ് അല്ലെ. സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ്. ആ എക്സ് എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3 ഗുണിക്കണം 5 15. 15ഉം 12ഉം 27 അല്ലെ. ഇവിടെ 5 ഗുണിക്കണം 5 25. 25 കൂട്ടണ 2 27. അപ്പൊ ശരി തന്നെയല്ലേ, എക്സ് 5 തന്നെയല്ലേ. അപ്പൊ നമുക്ക് വില കിട്ടി. ഓക്കെ, ഇതാണ് അതിന്റെ മെത്തേഡ് കേട്ടോ. അപ്പൊ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഈ ചോദ്യം ടെക്സ്റ്റ് ബുക്ക് എഴുതിയെടുക്കുക, അതിന്റെ ആൻസർ എഴുതുക. ഓക്കെ, അടുത്തൊരു ചോദ്യം കൂടെ കേട്ടോ. അപ്പു, the age of Appu's mother is 9 times that of Appu. After 9 years, it would be 3 times. What are their ages now? അതായത് അപ്പുവിന്റെ പ്രായത്തിന്റെ എത്ര മടങ്ങാണ്? 9 മടങ്ങാണ് അമ്മന്റെ പ്രായം. അപ്പൊ അപ്പുവിന് 5 ആണെങ്കിൽ അമ്മന്റെ പ്രായം 9നെ 5 കൊണ്ട് ഗുണിച്ചാൽ 45. അപ്പുവിന് 2 ആണെങ്കിൽ അമ്മയുടെ പ്രായം എത്രയേക്കാരം? 2 ഗുണിക്കണം 9 18. മനസ്സിലായോ? അപ്പോ അപ്പുവിന്റെ പ്രായത്തിന്റെ 9 ഇരട്ടിയാണ് അമ്മയുടെ പ്രായം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു 9 വർഷം കഴിഞ്ഞു. 9 വർഷം കഴിഞ്ഞപ്പോ അപ്പുവിന്റെ പ്രായത്തിന്റെ ഡബിൾ ആണ്. അപ്പോ ത്രിബിൾ ആണ് അമ്മന്റെ പ്രായം. അപ്പുവിന്റെ പ്രായത്തിന്റെ ത്രിബിൾ ആണ് അമ്മയുടെ പ്രായം. അതായത് അപ്പുവിന് 10 ആണെങ്കിൽ അപ്പൊ അമ്മക്ക് 30 ആണ്. അപ്പുവിന് 20 ആണെങ്കിൽ അമ്മക്ക് 60 ആണ്. 9 വർഷം കഴിഞ്ഞിട്ടില്ല കഥ കേട്ടോ. ഇപ്പത്തല്ല, ഇപ്പൊ പറയുന്നത് എന്താണ്? ഡബിൾ ആണെന്നാണ്. ഇപ്പൊ പറയുന്നത് എത്രയാണ്? 9 ടൈംസ് ആണ്. 9 ഇതാണ്. മറ്റേത് എന്ന് പറയുന്നത് എത്രയാണ്? 3 ടൈംസ് എന്ന് പറയുന്നത് എത്ര കാലം കഴിഞ്ഞിട്ടാ? 9 വർഷം കഴിഞ്ഞിട്ടാണ്. 9 വർഷം കഴിഞ്ഞിട്ടാണ്. ഇത് ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമ്മള് അപ്പുവിന്റെയും അമ്മന്റെയും പ്രായം കണ്ടുപിടിക്കണം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റില് ഏറ്റവും ചെറുതാണോ അതാണ് എക്സ് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ ഏറ്റവും ചെറുത് ആരാണ്? അപ്പുവാണ് അല്ലെ. അപ്പുവിന്റെ ഏജ്, അപ്പൂസ് ഏജിന് പകരം നമ്മൾ എന്തെടുത്തു? എക്സ് എടുത്തു. മദർ ഏജ്, അമ്മയുടെ പ്രായത്തിന് പകരം നമ്മൾ എന്തെടുത്തു? എക്സ് ഇൻറ്റു 9. അതായത് 9x. അതായത് അപ്പുവിന്റെ പ്രായത്തിന്റെ 9 ഇരട്ടിയാണ്, 9 ടൈംസ് ആണ് അമ്മയുടെ പ്രായം. അപ്പൊ 9 × x 9x. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി അതായത് ആഫ്റ്റർ 9 years, അതായത് 9 വർഷത്തിന് ശേഷം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ, ചെയ്തിട്ടുണ്ട്, അത് കോപ്പി അടിച്ചാൽ മതി. അപ്പോ ആഫ്റ്റർ 9 years, 9 വർഷത്തിന് ശേഷം അപ്പുവിന്റെ വയസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? x+9 ആവും. x+9 എത്ര വർഷത്തിന് ശേഷമാണ്? സോറി, ആഫ്റ്റർ 9 years. അപ്പുവിന്റെ പ്രായം 9 years, x+9. മദറിന്റെ പ്രായം x+9, 9x+9. അപ്പൊ 9x അല്ലേ? അപ്പൊ 9x+9 അതാണ് മദർ. അപ്പു മദർ ഏജ് 9 കൂടി. രണ്ടാൾക്കും 9 വയസ്സ് കൂടി. ആ സമയത്ത് അമ്മന്റെ വയസ്സ് എന്ന് പറയുന്നത് 9x+9 എന്ന് പറയുന്നത് 9x+9
9 എന്ന് പറയുന്നത് ഇതിന്റെ 3 ഇരട്ടിയാണ് എന്നാ പറയുന്നത്. ഏതിന്റെ 3 ഇരട്ടിയാണ്? ഈ പറഞ്ഞ സംഗതിന്റെ 3 ഇരട്ടിയാണ്. അപ്പുവിന്റെ വയസ്സിന്റെ 3 ഇരട്ടിയാണ്. അതായത് 3 ഗുണിക്കണം x+9 ആണ്. 3 ഗുണിക്കണം x+9 ആണ്. അപ്പൊ 9x + 9 ഈക്വൽ ടു 3 ഗുണിക്കണം x 3x പ്ലസ് 3 ഗുണിക്കണം 9 27. നോക്കട്ടോ, നല്ല മനസ്സിലാക്കി എഴുതിയെടുക്കണം കേട്ടോ. അതായത് ഒരു 9 വർഷത്തിന് ശേഷം രണ്ടാളെ പ്രായം ഇതാണ്. ആ പ്രായത്തിന്റെ സമയത്ത് അപ്പുവിന്റെ അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് അപ്പുവിന്റെ വയസ്സിന്റെ 3 ഇരട്ടിയാണെന്നാ പറയുന്നത്. അതാണ് നമ്മളിവിടെ 3 കൊണ്ട് ഗുണിച്ചത്. ഈ അപ്പുവിന്റെ x+9 പകരം 3 ഗുണം x+9 ആക്കി. അത് രണ്ടും തുല്യാണെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 9x ഇവിടെ നിർത്തി, -3x ആക്കി. ഈ 3x ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ ഇത് രണ്ടും കൊടുക്കുന്നു കേട്ടോ. ഈക്വൽ ടു ഈ 27 ഇവിടെ നിർത്തി, അതാണല്ലോ വലുത് അല്ലെ. ഈ 9 അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എത്ര കിട്ടിയ നമുക്ക്? 9x 3x കുറച്ചാല് 6x സമം 27 9 കുറച്ചാല് 18 അല്ലെ. അപ്പൊ x എന്ന് പറയുന്നത് x ഈക്വൽ ടു 6x എന്ന് പറയുന്നത് 18 ആണ്. 6x ഈക്വൽ ടു 18. then x ഈക്വൽ ടു നിങ്ങൾ താഴെ എഴുതണം കേട്ടോ, ഞാനിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോ 18/6 സമം 3. അപ്പൊ ഈ x എന്ന് പറയുന്നത് ആരെ വയസ്സാ? ഈ 3 എന്ന് പറയുന്നത് ആരെ വയസ്സാ? അപ്പുവിന്റെ വയസ്സാണ്. 3 എന്ന് പറയുന്നത് അപ്പുവിന്റെ വയസ്സാണ്. അപ്പുവിന്റെ വയസ്സ് 3 ആണെങ്കിൽ അമ്മന്റെ വയസ്സ് അതിന്റെ 9 ഇരട്ടിയേക്കാരം. എത്രയേക്കാരം? 27. മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇത് കുറെ കണക്കുകൾ ചെയ്യുമ്പോ അതിന്റെ കാര്യങ്ങൾക്ക് പിടുത്തം കിട്ടും കേട്ടോ. ഇനി 1 2 3 ചോദ്യം കൂടെ ചെയ്യാം കേട്ടോ. ഒരു ചോദ്യം കൂടെ ചെയ്യാം. അതായത് ടിക്കറ്റ് റേറ്റ് ഓഫ് എ സയൻസ് എക്സിബിഷൻ ഈസ് 10 rupees for child and 26 rupees for adult. 740 rupees was got from 50 person. How many children among them? അപ്പോ പിന്നെ മലയാളം മീഡിയക്കാര് പേജ് നമ്പർ 44 ഏറ്റവും മുകളിലത്തെ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഇംഗ്ലീഷ് മീഡിയം വായിക്കണത് എന്താ വെച്ചാൽ ഈ മലയാളം നമ്മളെ ലാംഗ്വേജ് അല്ലേ, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും അല്ലെ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് വാചകം ചിലപ്പോൾ ചിലവർക്ക് അറിയില്ല എന്നൊക്കെ വരും. അതിന് വേണ്ടിയിട്ടാണ് അവരെടുത്തത് കേട്ടോ. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് മാത്രം വായിക്കണമെന്ന് പറയുന്നതാണ്. മലയാളം മീഡിയക്കാർക്ക് സുഖമല്ലേ, മലയാളം നമ്മളെ സംസാരിക്കുന്ന ഭാഷയല്ലേ, അത് നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കുക കേട്ടോ. പേജ് നമ്പർ 44 നമ്പർ 1 ക്വസ്റ്റ്യൻ. ഇതിലെന്താ ക്വസ്റ്റ്യൻ? ഒരു സയൻസ് എക്സിബിഷൻ നടക്കുക. There is conducted a science exhibition. There is entrance fee for children and adult, but it is different. The price for the rate for the children is 10. At time adult is 26. അഡൾട്ടിന്റെ ടിക്കറ്റ് റേറ്റ് 26 ആണ്, ചിൽഡ്രന്റെ 10 ആണ്. അങ്ങനെ തന്നെയല്ലേ ഏതൊരു പാർക്ക് കയറിയാണെങ്കിൽ കുട്ടികൾക്ക് റേറ്റും വലിയൊരു റേറ്റും ആണല്ലോ അല്ലെ. അപ്പൊ ഇവിടെ അങ്ങനെയാണ്. അങ്ങനെ 50 ആളാണ് ഇവര് പോയത്. ഒരു ബസ് നിറച്ചാളെന്ന് കൂട്ടി പോയി. അപ്പൊ 50 ആള് അതിന്റെ ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് കയറി. അവർക്ക് മൊത്തം 740 രൂപ ടിക്കറ്റിനായി. 740 rupees ടിക്കറ്റിനായി മൊത്തം എല്ലാവർക്കും പാടെ ടിക്കറ്റ് എടുത്തത്. എത്ര ആണാണ്, എത്ര വലിയവരാണ്, എത്ര ചെറിയവരാണെന്ന് നമുക്കറിയില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇവിടെ 2 കൂട്ടരും പാടെ കൂടി, അതായത് ചെറുതും വലുതും പാടെ കൂടി മൊത്തം ഒരു 50 persons ആണ്. 50 persons ആണെന്ന് വിചാരിക്കും. അപ്പോ ബോയ്സ് ചിൽഡ്രൻ എന്ന് പറയുന്നത് 20 ആണെങ്കിൽ അഡൾട്ട് എത്രയേക്കാരം? 30 ഏക്കാരം. കാരണം 50 20 കുറച്ചാണ്. മൊത്തം 50 ആളാണ്. അപ്പോ ബോയ്സ് ചിൽഡ്രന് 20 ആണെങ്കിൽ അഡൾട്ട് 30 ഏക്കാരം. ഇനി ചിൽഡ്രന് 30 ആണെങ്കിൽ അഡൾട്ട് 20 ഏക്കാരം. അല്ലെങ്കിൽ ചിൽഡ്രൻ 15 ആണെങ്കിൽ അഡൾട്ട് 35 ഏക്കാരം. അഡൾട്ട് 35 ആണെങ്കിൽ ചിൽഡ്രൻ 15 ഏക്കാരം.
അതായത് 50 ആണ് ടോട്ടൽ. അപ്പൊ അഡൾട്ട് എത്രയാണോ അത് മൈനസ് ചെയ്താൽ ചിൽഡ്രനെ കിട്ടും. ചിൽഡ്രൻ എത്രയാണോ അത് മൈനസ് ചെയ്താൽ അഡൾട്ടിന്റെ എണ്ണം കിട്ടും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് എക്സ് ആയിട്ട് പരിഗണിക്കാം. അത് അഡൾട്ട് ആണോ ചിൽഡ്രൻ ആണോ എന്നില്ല നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ ഞാൻ എന്റെ ഒരു ഇതില് എനിക്ക് തോന്നുന്നത് അഡൾട്ട് ആണ് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നത്. കാരണം എപ്പോഴും കുട്ടികളായിരിക്കും കൂടുതൽ, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ചെറുത് എന്നില്ല എനിക്ക് എണ്ണം ചെറുത് കുറവ് അഡൾട്ട് ആകാന് പോസിബിലിറ്റി ഇല്ലത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അഡൾട്ടിന് പകരം ഞാൻ എക്സ് എടുത്തു. അഡൾട്ടിന് പകരം ഞാൻ എന്തെടുത്തു, എക്സ് എടുത്തു. ഇനി നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോ ഇവിടെ അഡൾട്ടിന് പകരം ഞാൻ എക്സ് എടുത്തു. അപ്പൊ എന്ത് ചെയ്യും, നമ്പർ ഓഫ് അഡൾട്ട് ഈക്വൽ ടു എക്സ്. നമ്പർ ഓഫ് അഡൾട്ട് ഈക്വൽ ടു എക്സ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഈക്വൽ ടു 50 മൈനസ് എക്സ്. എങ്ങനെ 50 മൈനസ് എക്സ് കിട്ടി നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അല്ലെ മനസ്സിൽ. എവിടുന്ന 50 വന്നു? 50 എന്ന് പറയുന്നത് എന്താണ് അറിയോ? ഇത് രണ്ടും പാടെ കൂടിയത് നമുക്ക് തന്നിട്ടുണ്ട്. മൊത്തം 100 ആൾക്കാർ 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് എക്സ് ആണെങ്കിൽ മറ്റേത് കാണണമെങ്കിൽ 50 എക്സ് മാറ്റി നിർത്തിയാൽ മതിയില്ലേ, അല്ലെ? രണ്ട് ചിൽഡ്രനും അഡൾട്ടും ഉള്ളു, വേറെ അതിന്റെ അടിയിൽപ്പെട്ട ആളില്ലല്ലോ. അപ്പോ ഈ 50 ഈ ചിൽഡ്രനെ ഒഴിവാക്കുക. അപ്പൊ നമുക്ക് അഡൾട്ട് കിട്ടും. അതാണ് ഈ 50 മൈനസ് എക്സ്. ഓക്കെ. അപ്പൊ രണ്ടാളെ എണ്ണവും കിട്ടി. പിന്നെ ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് 10 ആണ്, വലിയവർക്ക് 26 ആണ്, അല്ലെ? അപ്പോ ഈ രണ്ട് കൂട്ടര് ടിക്കറ്റ് റേറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 750 കിട്ടും വേണം, അല്ലെ? അപ്പൊ നമ്മൾ ടിക്കറ്റ് റേറ്റ് നോക്കണം. അഡൾട്ട് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ടിക്കറ്റ് അഡൾട്ട് എടാ അതെന്ന് പറയുന്നത് 26 ഗുണിക്കണം എക്സ് സമയം എത്രയാ? 26 എക്സ്. പിന്നെ ചിൽഡ്രന്റെ 10 രൂപയാണ്. എത്രയാണ്? 10 രൂപയാണ് ടിക്കറ്റ്. അപ്പൊ 10 ഗുണിക്കണം 50 മൈനസ് എക്സ് ഈക്വൽ ടു 10 ഗുണം 50 500 മൈനസ് എക്സ് 500 മൈനസ് 10x 500 മൈനസ് 10x. അപ്പൊ അഡൾട്ടിന്റെ ടിക്കറ്റ് നിരക്ക് കിട്ടി 26x, മറ്റേത് 500 മൈനസ് 10x. ഇത് രണ്ടും പാടെ കൂട്ടിയപ്പോ 26x പ്ലസ് 500 മൈനസ് എക്സ് 500 മൈനസ് 10x 500 മൈനസ് 10x that is equal to 740. എവിടുന്നാ 740 വന്നത്? എല്ലാരും കൂടെ ടിക്കറ്റും പാടെ ആഡ് ചെയ്തപ്പോ the sum of the total price of ticket അത് that is equal to 740 എന്ന് തന്നിട്ടുണ്ട്. അതായത് മൊത്തം കളക്ട് ചെയ്ത ടിക്കറ്റ് ടോട്ടൽ എമൗണ്ട് കളക്ടഡ് ഫ്രം 50%. അതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാരും പൈസയും പാടെ കളക്ട് ചെയ്തപ്പോ ടിക്കറ്റിന്റെ മൊത്തം കണക്കൂട്ടിയപ്പോ 740 റുപ്പീസ് അവർ അടച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. 26x 10x കുറച്ചു. 26x മൈനസ് 10x ഈക്വൽ ടു 740. ഇവിടെ ആളില്ലേ, ഒരു പുയ്യാപ്പിള ഇവിടെ 500 കിടക്കണില്ലേ? ഈ 500നെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇവിടെ പ്ലസ് 500 ഇങ്ങോട്ട് വരുമ്പോ എന്താവും? മൈനസ് 500. 26x 26x മൈനസ് 10x that is equal to 16x ഈക്വൽ ടു 740 500 പോയാൽ 240. then x ഈക്വൽ ടു x എന്ന് പറയുന്നത് അപ്പോ 240നെ ഈ 16 അടിക്ക് വരൂലേ, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 240നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ.
അത് ഡിവൈഡ് ചെയ്യാൻ സുഖമാണ്. 10 16 എന്ന് പറയുന്നത് 160ആണ്. 10 16 എന്ന് പറയുന്നത് 160ആണ്. അപ്പൊ 5 16 എന്ന് പറയുന്നത് അതിന്റെ പൗതിയേക്കാണ്, 80ഏക്കാണ്. 160ന്റെ പൗതി 80 അല്ലേ. അപ്പോ ഈ 160ഉം 80ഉം പാടെ കൂട്ടി 250 ആവും. അപ്പൊ 10 16ഉം പിന്നെ ഒരു 5 16ഉം പാടെ കൂട്ടിയതാണ് 250. അപ്പൊ എത്ര 16 ആണ്? 15 16. 15 16. അങ്ങനെയാണ് മനക്കണക്ക് ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 240നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇങ്ങനെ വരച്ചിട്ട് 240 16 24 16 ഒരു പ്രാവശ്യം 16 ഡെയിലി -0. അപ്പോൾ 8 കിട്ടി. 80ൽ 16 5 പ്രാവശ്യം 80. അപ്പോഴും കിട്ടി 15. അതൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുറച്ചൊക്കെ നിങ്ങൾ കുറെ ഇങ്ങനെ ചെയ്ത് പഠിക്കണം കേട്ടോ. മനക്കണക്ക് ബൈ ഹാർട്ട് ബൈ ഹെഡ് ചെയ്യണം. ഓക്കെ. ഇനി അപ്പൊ കിട്ടി 15 കിട്ടി. X 15 കിട്ടി. അപ്പോ കുട്ടികള് 15 ആണെങ്കിൽ, അല്ല അഡൾട്ട് 15 ആണെങ്കിൽ ചിൽഡ്രൻ എത്രയേക്കാരം? 35. അപ്പൊ നമുക്ക് രണ്ടാളെ കിട്ടിയില്ല, എണ്ണം കിട്ടിയില്ലേ? വലിയ ആളുകൾ 15 ആണെങ്കിൽ കുട്ടികൾ എത്രയേക്കാരം? 50ന്ന് 15 പോയ 35. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഉണ്ട് കേട്ടോ. ഒന്നിച്ച് കണ്ടിന്യൂസ് വേണ്ടായിരുന്നില്ല. ഓക്കെ.